പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇതിന്റെ രുചിയൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല, കഴിച്ച് തന്നെ അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും എണ്ണയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വറ്റൽമുളകിന്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് മാങ്ങ കുറച്ച് ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായി എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം ആദ്യം മൂപ്പിച്ചെടുത്തിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിലയും മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ പൊടിച്ചെടുത്ത് തരിതരിയായി പൊടിച്ചെടുക്കണം. അതും അതിൻ്റെ കൂടെ പാകത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കായംപൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ മാങ്ങ പീസിലേക്കും ഈ ഒരു മസാലയൊക്കെ ആവുന്ന രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എണ്ണയിൽ നിന്നും 1 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല കിഡിലൻ ടേസ്റ്റ് ആണ്. ചോറിലേക്ക് കഴിക്കാനാണെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.